ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വെള്ളമൊന്നും ചിലയിടത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു മോർണിംഗ് വ്ലോഗാണ്. ഇപ്പോൾ 15 നോയമ്പ് നടക്കുകയല്ലേ, ക്രിസ്ത്യൻസിനൊക്കെ അറിയാമായിരിക്കും. അപ്പം മമ്മി രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ടൊരു 8:30 ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും വന്നു. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് മീവെല്ലാം ബ്രഷൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് റെഡിയാണ്. അപ്പോഴത്തേക്കിനും മമ്മി വന്നു കേട്ടോ. മമ്മി വന്നിട്ട് മമ്മി ചായ ഇടാണ്. ഇപ്പോൾ മിക്കപ്പോഴും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ആയിരിക്കും. അതാകുമ്പോൾ കുഞ്ഞിനും കൊടുക്കുമ്പോഴേ കുറച്ചുകൂടെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനാണ് ഇന്ന് ഇഡ്ഡലി ഒഴിച്ച് വെച്ചതൊക്കെ, കാരണം മമ്മ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. പിന്നെ മമ്മിയാണ് അത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. പക്ഷെ കുഞ്ഞിന് ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരു വിധത്തിൽ എത്ര ടൈം എടുത്താണെന്നറിയാം കഴിപ്പിക്കുന്നത്. അതെല്ലാ അമ്മമാർക്കും റിലേറ്റബിൾ ആയിരിക്കുമല്ലോ. ഞാനെനിക്ക് ഇൻസ്റ്റയിലൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര ഒരു എന്താണ് എൻ്റെ ദൈവം, എങ്ങനെ എന്താ നമ്മുടെ കുഞ്ഞ് കഴിക്കാത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ചിലവർ പറയും അത് പണ്ടേ ശീലിപ്പിക്കേണ്ടതാണെന്ന്. ഇങ്ങനെയല്ല, ഞാൻ സോൾസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഇങ്ങനെ ഫിംഗർ ഫുഡ് പോലെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. കുറച്ച് എന്തെങ്കിലും വായി വെച്ചിട്ട് പിന്നെ അങ്ങ് കളയും. അതങ്ങനെയാണല്ലോ. എന്നാലും ഞാൻ പിന്നെ അതും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. എന്നാലും നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർക്കും അതൊരിതല്ലേ. ഈ പത്രം വായനയൊന്നും കാര്യമാക്കണ്ട, അത് ചുമ്മാ എടുത്തു വെച്ചൊന്ന് നോക്കുന്നതാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ മരണത്തിൻ്റെ വേജൊക്കെ. കുഞ്ഞ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മമ്മിയുടെ കൂടെ ഡാഡിയുടെ കൂടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവരെ മതി, എന്നെപ്പോലും വേണ്ട. അപ്പം മമ്മി തേങ്ങ ചിരകുന്ന കണ്ടിട്ട് കൂടിയതാണ്, അതുപോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി മീവലിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പറയണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനിങ്ങനെ വിഷ്വൽസ് കണ്ടിട്ട് അതുപോലൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും തോന്നാറില്ല ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണോ, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്ക് അത്ര വലിയ സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല. മേ ബി ഞാൻ ഒറ്റയ്ക്കൊന്നും താമസിക്കാത്തതുകൊണ്ടായിരിക്കും. ഒറ്റയ്ക്കൊക്കെ താമസിച്ച ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കായിരിക്കുമല്ലോ കുറച്ചുകൂടി പാട്. എനിക്കിപ്പോൾ ഇവിടെ ആണെങ്കിലും എൻ്റെ മമ്മിയും ഡാഡിയും ഉണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും അവിടെ മമ്മിയുണ്ട്, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡാണെങ്കിൽ കൂടുതലും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ എനിക്ക് അത്ര വലിയ സ്ട്രഗിൾസ് ഒന്നും കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടില്ല, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഓക്കെ എന്ന് വെച്ച് ഒട്ടും സ്ട്രഗിൾസ് ഇല്ലെന്നല്ല. നൈറ്റ് ടൈമൊക്കെ അറിയാമല്ലോ, നമുക്ക് ഉറക്കമൊക്കെ ഭയങ്കര കുറവായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഫീഡ് ചെയ്യണമല്ലോ, നൈറ്റ് ഫീഡിങ് ഒക്കെ വരുമ്പോൾ. അതല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് ഞാനിപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ നടക്കുന്നത്. എനിക്കൊരു കുഞ്ഞായെന്ന് വെക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടായിരിക്കും. പക്ഷെ ചിലവരാണെങ്കിൽ ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മെച്യൂർഡ് ആയവരെ പോലെ, വലിയ ആൾക്കാരെ പോലെ, ഓക്കെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അങ്ങനെ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ എന്നെപ്പോലുള്ളത് ബാഡ് ക്വാളിറ്റി എന്നല്ല. പല പേഴ്സണാലിറ്റീസ് അല്ലേ പല ആൾക്കാരും, നമുക്ക് ആരെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പലർക്കും പല പേഴ്സണാലിറ്റി, പല സിറ്റുവേഷൻ ആയിരിക്കും. അതനുസരിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കുമല്ലോ ഓരോ ആൾക്കാരും മാറുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ വലുതായിട്ടൊന്നും മാറിയിട്ടുണ്ടെന്ന്. എനിക്ക് മാരേജിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും. കുഞ്ഞായി കഴിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് കൂടുതൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആകെയുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാര്യയായി ഒരു അമ്മയായി അപ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കൂടിയിട്ടില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊന്നും വലിയ കാര്യമാണ്, അല്ല വലിയ കാര്യം എന്നല്ല, അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് അത് നമ്മുടെ റുട്ടീൻ്റെ അകത്ത് നടന്നു പോകുന്നൊരു കാര്യമാണല്ലോ. പിന്നെ ഞാൻ ഇവിടെ മമ്മിയുടെ, ഞാൻ പറഞ്ഞില്ലേ കൂടുതലും കുഞ്ഞ് മമ്മിയുടെയിലായിരിക്കും. അപ്പം മമ്മൊക്കെ കുക്കിങ്ങൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ സ്ലൈസൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ വാഷിംഗ് മെഷീനിലായിരിക്കും കൂടുതലും തുണികളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത്. ഒന്നാമത് മഴയൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുമല്ല ഞാൻ ഈ തുണി എനിക്ക് കല്ലിൽ നനയ്ക്കുന്നത് തന്നെ ഇഷ്ടം. പക്ഷെ നനയ്ക്കുമ്പോഴില്ലേ കുഞ്ഞും കൂടെ വന്നിട്ട് അവൾ ആ വെള്ളത്തിലെല്ലാം കിടന്ന് ഇതാക്കും. ഒന്നാമത് മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും അസുഖങ്ങളൊക്കെ വരുന്ന ടൈമാണല്ലോ. അപ്പോൾ അൺഹൈജീനിക്കായിട്ട് നിൽക്കുവാണെങ്കിൽ
പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും വാഷിംഗ് മെഷീൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ ഈ നെയിൽ പോളിഷ് അടിക്കുന്നത് മിക്കവാറും ഞാൻ കാണിക്കാറില്ല. കാരണം അന്നേരം വരും, പിന്നെ കാലിലൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ നീട്ടി തരും. അപ്പോൾ ഇത് കിച്ചണിലായിരുന്നു മമ്മിയുടെ കൂടെ. എൻ്റെ അനക്കം കാണാഞ്ഞിട്ട് ഞാൻ റൂമൊന്നും ഡോറ് ചെറുതായിട്ടൊന്ന് ചാരിയിട്ടിട്ടാണ് ഇരുന്നത്. പക്ഷെ ചടിക്കറിക്ക് വന്നു. എന്തായാലും ഇപ്പോൾ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ജെൽ ഫിനിഷുള്ള നെയിൽ പോളിഷാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് സഫാരി T02 എന്ന് പറഞ്ഞിട്ട്. ഈ കളർ ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, ഒരു ഗ്രീന്, യെല്ലോ അങ്ങനത്തെ ഷെയ്ഡുകളാണല്ലോ. ഞാനത് ചെയ്തു. ഞാൻ ആക്ച്വലി കാലിലെ നെയിൽ പോളിഷ് ഞാൻ ചെയ്യാറുള്ളൂ, കയ്യിലങ്ങനെ ഇടാറില്ല. പക്ഷെ ഇപ്പം 2-3 ദിവസമായിട്ട് എന്തോ നമുക്കിങ്ങനെ ഓരോ ഒബ്സഷൻ വരുമല്ലോ, അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കിയതാണ്. ഞാനിപ്പോൾ ഒരെണ്ണത്തിനെ വണ്ടൊക്കെയാണ് അടിച്ചേക്കുന്നത്, റിമൂവ് ചെയ്യാനൊക്കെ വയ്യ. ഞാൻ അങ്ങനെ റിമൂവറൊന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഉണ്ട്, ഇതായിട്ടിരിക്കുന്നു മമ്മി. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ടാറ്റ പറ. ബൈ. അത്ര നല്ല മൂഡിലല്ല രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട്. ഒരു ഉമ്മ കൊടുക്കൂ. ഓ സോറി, ഒരു ഫ്ലൈങ് കിസ് എങ്കിലും കൊടുക്ക്. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു.